ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാവിലെ കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ വചനത്തിന്റെ മുമ്പിലായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി വലിയവനായ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതായ വിഷയം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. 1-ാം അധ്യായത്തിലെ 1-ാമത്തെ വസ്തുത നമ്മൾ പറഞ്ഞു. എന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞത്. സർദീസിലെ സഭയുടെ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നു. 7 ആത്മാവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? യഹോവയുടെ 7 ആത്മാക്കൾ. യെശയ്യാവ് 11-ാമത്തെ അധ്യായത്തില് യഹോവയുടെ 7 ആത്മാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഒരിക്കൽ നിങ്ങൾക്കത് പറഞ്ഞു തന്നതാണ്. യഹോവയുടെ ആത്മാവ്, പിന്നെ ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, പിന്നെ ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ് അവിടെ ഉണ്ട്. ആ ഭാഗം നിങ്ങൾ നോക്കിയാൽ മതി. 11-ാം വാക്യം. അപ്പൊ അങ്ങനെ യഹോവയുടെ ആത്മാവും 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നു. അഥവാ നമ്മുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ആ ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേരിന് അർഹമായ പ്രവൃത്തി നിന്നിലില്ല എന്നതാണ്. വിളിക്കപ്പെട്ടിരിക്കുന്ന പേരിന് അർഹമായ പ്രവൃത്തിയില്ല. അവിടം വരെയുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച് അവസാനിപ്പിച്ചത്. 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിന്റെ പകുതി ഭാഗം മുതൽ. അതുകൊണ്ട് ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുക. അവിടെ ഒരു 5 കൂട്ടം കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുകയാണ്. നീ ചെയ്യേണ്ടതായ ചില വസ്തുതകളുണ്ട്. നീ ജീവൻ പ്രാപിപ്പാനായിട്ട് മരിച്ചവനാകുന്നു. ജീവനുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഈ ഒരു മൃതാവസ്ഥയിൽ, ആത്മീകമായ മൃതാവസ്ഥയിൽ കഴിയുന്ന സാഹചര്യം, ആത്മീയമായ മൃതാവസ്ഥ മാറണം. നമ്മൾ എഫെസ്യ ലേഖനം 5-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാം, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കുക. കല്ലറയിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ആത്മീയമായി മരണം സംഭവിച്ച, അതെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിശദമാക്കിയതാണ്. ആത്മീയമായി മരണം സംഭവിച്ച നിനക്ക് ഇനി വേണ്ടത് ജീവനാണ്. ജീവൻ പ്രാപിക്കണമെങ്കിൽ, ജീവന്റെ പുതുക്കത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ചെയ്യേണ്ടതായ 5 കൂട്ടം കാര്യങ്ങൾ ആ ഭാഗത്ത് സർദീസിലെ സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? 1, ഉണർന്നുകൊള്ളുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഉറങ്ങുന്നവർക്ക് മാത്രമേ ഉണരാൻ പറ്റൂ. ഉറക്കം നടിക്കുന്നവർക്ക് ഒരിക്കലും ഉണരാൻ പറ്റില്ല. ഉറക്കം നടിച്ച് കിടക്കുന്നവർ അവർ ഉറങ്ങുകയല്ല, പക്ഷെ ഉറങ്ങുന്നത് പോലെയാണ്.
ഉറങ്ങുന്നവർക്ക് ഉണരാം. അവർ ശബ്ദം കേൾക്കുമ്പോൾ എഴുന്നേൽക്കും, വിളി കേൾക്കുമ്പോൾ എഴുന്നേൽക്കും. ഞാൻ ഉറങ്ങുകയാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ എഴുന്നേൽക്കും. എന്നാൽ ഉറക്കം നടിച്ചു കിടക്കുന്നവർ എന്ത് കേട്ടാലും ആര് പറഞ്ഞാലും എന്തെല്ലാം പ്രകമ്പനങ്ങൾ ഉണ്ടായാലും എത്രയെല്ലാം സംഭവിച്ചാലും ആ അവസ്ഥയ്ക്ക് മാറ്റം വരില്ല. ഇവിടെ നമുക്ക് രണ്ട് കൂട്ടരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഒന്ന്, ഉണരേണ്ടതിന്റെ ആവശ്യം ഉറങ്ങുന്നവർക്കുള്ളതാണ്. ഉറക്കം നടിക്കുന്നവർക്ക് ഒരിക്കലും ഉണരാനായിട്ട് കഴിയില്ല. ഇതിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ ഉൾപ്പെടുന്നതെന്ന് നോക്കിയാൽ ചിന്തിച്ചാൽ നല്ലതാണ്. സർവീസിലെ സഭ ഉറങ്ങുന്ന സഭയാണ്. അതുകൊണ്ട് അവർ ഉണരണം. ഉറക്കം നടിക്കുന്ന സഭകൾക്ക് ഒരിക്കലും ഉണരാൻ കഴിയില്ല. ഞാനതിന് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഉറക്കം നടിക്കുന്നവരാരാണ്? ഉറക്കം നടിക്കുന്നവർ നാമധേയ ക്രൈസ്തവ ലോകമാണ്. അവർക്കെല്ലാം തികഞ്ഞവരാണ്. അവര് മോചനം വേണ്ട, വിശുദ്ധീകരണത്തെ കുറിച്ച് ചിന്ത വേണ്ട, മാനസാന്തരം വേണ്ട. പിതാക്കന്മാരുടെ കാലം മുതൽ ജനിച്ചത് ക്രിസ്ത്യാനിയായിട്ടാണ്, ജീവിക്കുന്നത് ക്രിസ്ത്യാനിയായിട്ടാണ്, മരിക്കുന്നതും ക്രിസ്ത്യാനിയായിട്ടാണ്. പക്ഷെ ദൈവത്തിന് എന്ത് പ്രയോജനം? ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഞാൻ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവത്തിന് എന്താണ് ഗുണം? ഞാൻ സ്വയം ക്രിസ്ത്യാനിയായതല്ല. ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു പോയതുകൊണ്ട് ഒരു ക്രിസ്തീയ പിന്തുടർച്ച എനിക്കുണ്ട്. എന്റെ റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം എന്റെ റിലീജിയൻ രേഖപ്പെടുത്തുമ്പോൾ ക്രിസ്ത്യൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെ സ്വാഭാവികമായി വരുന്ന ഒരു വസ്തുതയാണ്. ഉണർന്നുകൊള്ളുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ചാവാറായ ശേഷിപ്പുകൾ മരിച്ചതിനൊക്കുമേ ജീവിച്ചിരിക്കുക എന്ന് ചിന്തിക്കുന്ന അവസ്ഥ, മൃതാവസ്ഥ. ഇവിടെ പറയുന്ന ഒന്നാമത്തെ